ഹായ് മക്കളെ, അമീൻ സാറാണ്. 7ാം ക്ലാസ്സിലെ മക്കളായിരിക്കും ഈ വീഡിയോ കാണുന്ന മക്കൾ. ഒരു പക്ഷേ 4ാം ക്ലാസ് LSS എഴുതിയ മക്കളായിരിക്കും. അല്ലേ സാറേ, നിങ്ങൾ എന്താ 4ാം ക്ലാസ്സിൽ LSS പറഞ്ഞത്? ഞങ്ങൾ 7ാം ക്ലാസ്സിൽ എത്തിയില്ല എന്ന് ചോദിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 6 കഴിഞ്ഞ് 7ലേക്ക് എത്തിയ മക്കളാണ്. ഈ പ്രാവശ്യം US എക്സാം ഉണ്ട്. 4ാം ക്ലാസ്സിൽ നിങ്ങൾ LSS എഴുതിയ മക്കളാണോ? ആണെങ്കിൽ ഒന്ന് യെസ് സാർ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടോ. കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4ാം ക്ലാസ്സിൽ LSS എക്സാം ചെറിയ ബുക്ക് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പോലും നിങ്ങൾക്ക് LSS കിട്ടിയിരുന്നോ? ഇല്ലല്ലേ. ഫസ്റ്റ് കോമ്പറ്റീവ് എക്സാമിനേഷനാണ്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമാണ് 7ാം ക്ലാസ്സിലേക്ക്. 7ാം ക്ലാസ്സിൽ നിങ്ങൾ സ്കൂളൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ മക്കൾക്ക് USS കിട്ടി, കുറേ നിങ്ങളെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനും ഒക്കെ കിട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി വരാൻ പോകുന്ന 7ാം ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം മക്കളെ, ഈ പ്രാവശ്യമല്ലേ USS ടഫായിരിക്കും. എന്തുകൊണ്ടാണ് സാർ ഇത്രയും പറയാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാവശ്യം USS കിട്ടാനുള്ള കാരണം, അതായത് ഈ പ്രാവശ്യം US കിട്ടാനുള്ള കാരണം 7 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ 7 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയതുകൊണ്ട് മാർക്കിൻ്റെ കട്ട് ഓഫ് 56ലേക്ക് മാറി. അതുകൊണ്ടാണ് ഒരുപാട് മക്കൾക്ക് USS കിട്ടിയത്. പക്ഷേ അടുത്ത പ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല. അടുത്ത പ്രാവശ്യം 63 മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചാലേ കിട്ടുള്ളൂ. ഒരു കാര്യം പറയട്ടെ മക്കളെ, നിങ്ങൾക്ക് LSS കിട്ടാത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ നിങ്ങളെ അയ്യേ നിനക്ക് കിട്ടിയില്ലല്ലേ, നീ വലിയ പഠിപ്പായിട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തിയിരുന്നോ? അതേപോലെ ഇനി നമ്മളെ മുന്നിലേക്കുള്ളത് USS എക്സാമിനേഷൻ ആണ്. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആദ്യം മുതൽ ഒരുമിച്ച് കിടിലമാക്കി പഠിച്ചാലോ? എല്ലാ ചാപ്റ്ററിലെയും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ USSും പഠിച്ചാലോ? ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ, നാളെ നിങ്ങൾ സ്കൂളുകളിൽ ഇറങ്ങാൻ പോകുന്ന ഫ്ലെക്സുകളിൽ നിങ്ങളെ ഫോട്ടോ ആയിരിക്കും. മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗം നിങ്ങളെ പാരൻസ് ഉണ്ടാവും, ഒന്ന് പോസ് ചെയ്ത് അവർക്ക് കൊണ്ടുകൊടുക്കുക. ഡിയർ പാരൻസ്, മക്കൾ നമ്മൾ 6ാം ക്ലാസ് കഴിഞ്ഞു 7ാം ക്ലാസ്സിലേക്ക് എത്തി. കഴിഞ്ഞ വർഷത്തെ ബുക്ക് പോലെയല്ല 7ാം ക്ലാസ്സിൽ പാഠപുസ്തകം മാറിയിട്ടുണ്ട്. ഇതുവരെ അവർ പഠിച്ചിരുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ 8 വർഷം മുന്നത്തെ ബുക്കുകളാണ്. അതുപോലെയല്ല 7ാം ക്ലാസ്സിലെ ബുക്കുകൾ. ആദ്യത്തെ എക്സാമിന് മാത്രം തന്നെ ഇപ്പോൾ സോഷ്യൽ എടുക്കുകയാണെങ്കിൽ 5 or 6 ചാപ്റ്ററുകൾ എന്ത് ചെയ്യണം ആദ്യത്തെ എക്സാമിനുണ്ട്. ആ സമയത്ത് ജൂണിൽ നമുക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജൂൺ ജൂലൈ കഴിഞ്ഞ് ഏകദേശം ഓഗസ്റ്റ് 20 ആകുമ്പോഴത്തേക്കും നമുക്ക് ഓൺ എക്സാം വരും. ആ ഓൺ എക്സാമിനാണ് കുട്ടികൾക്ക് USSന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് ഓൺ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങളെ മക്കൾക്ക് എന്ത് കിട്ടില്ല, USSന് അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ ആദ്യം മുതലേ അടിപൊളിയായിട്ട് പഠിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ സൈലത്തിൽ അവഞ്ചേഴ്സ് ബാച്ച് എന്ന ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ USSന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിലും ബേസിക് കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ USS ക്വസ്റ്റ്യൻസുകളും ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് മക്കളെ അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഒരു പക്ഷേ നിങ്ങളെ മക്കൾക്കും USS കിട്ടാൻ താല്പര്യം ഉണ്ടാവും. ഏറ്റവും നല്ലത്, ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഒരു ഉറപ്പ് ഞാൻ പറഞ്ഞുതരാണ്, 7ാം ക്ലാസ്സിലെ മുഴുവൻ കണ്ടന്റും USSൻ്റെ കണ്ടന്റും ആ കുട്ടിക്ക് എക്സാമിന് മുന്നേ നമ്മൾ സെറ്റാക്കി മാറ്റി തരും. ഉറപ്പ് തരുന്നു, എന്തായാലും നാളത്തെ വിജയ് നിങ്ങളെ മക്കളായിരിക്കും. സോ എല്ലാവരും ഒരുമിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി പഠിക്കാം, നമുക്ക് ഒരുമിച്ച് കിടിലാക്കാം. സോ വെൽക്കം ടു അവഞ്ചേഴ്സ് ഫാമിലി.